ഇംഗ്ലീഷ് പഠിക്കണം, എനിക്ക് UK പോകണം, ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമുക്ക് സിമ്പിൾ ആയിട്ട് ഐ വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ്, ഐ വോണ്ട് ടു ഗോ ടു UK എന്നൊക്കെ പറയാം. പക്ഷേ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള വാക്കല്ല. വാണ്ട് എന്ന് പറയുമ്പോൾ ആഗ്രഹം, വെറുതെ ഒരു ആഗ്രഹം. പക്ഷെ നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ പറയും? എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. നമുക്ക് സ്ട്രോങ് ആയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ ആഗ്രഹം ഭയങ്കരമായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ഐ എം ഡിറ്റർമിൻഡ് ടു ഇംഗ്ലീഷ് പഠിക്കണം എന്നാണ് അല്ലേ? സോ ഐ എം ഡിറ്റർമിൻഡ് ടു ലേൺ ഇംഗ്ലീഷ്. കറക്റ്റായിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ് എന്നാണ്. പക്ഷേ നമ്മുടെ ഫീലിംഗ് അത്രയും സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡിറ്റർമിൻഡ് എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡിറ്റർമിൻഡ്. സോ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, ഐ എം ഡിറ്റർമിൻഡ് ടു ലേൺ ഇംഗ്ലീഷ്. ഇനി എനിക്ക് UK പോകണം എന്ന് എങ്ങനെ പറയും? എനിക്ക് അതിയായ ആഗ്രഹമാണ്, കടുത്ത ആഗ്രഹമാണ്, ഭയങ്കര പാഷനറ്റ് ആണ് ഞാൻ. അപ്പോൾ അതെങ്ങനെ പറയും? ഐ എം ഡിറ്റർമിൻഡ് ടു ഗോ ടു UK. ഓക്കെ, ഐ എം ഡിറ്റർമിൻഡ് ടു ഗോ ടു ദി UK. ഓക്കെ, ഇനി എനിക്ക് പുതിയ വീട് വാങ്ങണം, ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമുക്ക് വേണമെങ്കിൽ ഐ വോണ്ട് ടു ബൈ എ ന്യൂ ഹോം എന്ന് പറയാം. പക്ഷേ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസയർ ഉണ്ട് എന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? നിങ്ങൾ കോമെൻറ്റ് ചെയ്യാം. താങ്ക് യു. English Mitra. Stop worrying, start learning.